അങ്ങനെ കാര്യമായി സിനിമയൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും ചെയ്തതെല്ലാം സൂപ്പർ ഹിറ്റുകൾ. മധുരരാജ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ മിന്നായം പോലെ ഒരു പയ്യനെ കണ്ടു. ഇന്നവന് 25 വയസ്സ് പ്രായമുണ്ട്. ഇതിനിടെ അവൻ കെട്ടിപ്പടുത്തത് സിനിമയിൽ സ്വന്തമായ ഒരു സാമ്രാജ്യം തന്നെയാണ്. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ആരാധകരെ വാരിക്കൂട്ടി സൂപ്പർ സ്റ്റാറിലേക്കുള്ള വളർച്ച. മലയാള സിനിമയിലെ മാന്ത്രിക സംഖ്യകളായ 100 കോടിയും 200 കോടിയും ഇന്നവന്റെ കയ്യിൽ ഭദ്രമാണ്. അതെ, മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയിരിക്കുന്നു നെസ്ലിൻ. ഒരു സിനിമാ കഥ പോലെ തന്നെ കേട്ടിരിക്കാൻ രസമേറിയതാണ് നെസ്ലിൻ എന്ന യുവനടന്റെ ജീവിതവും. നാട്ടിൻപുറത്തുകാരനായ നെസ്ലിൻ ചെറുപ്പം മുതൽക്കേ അഭിനയമോഹിയാണ്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഗഫൂറിന്റെ മകനാണ് നെസ്ലിൻ. ഇരട്ട സഹോദരന്മാരിൽ മൂത്തയാളാണ് താരം. +2 കഴിഞ്ഞപ്പോൾ തന്നെ അഭിനയത്തിലേക്ക് എത്തിയ നെസ്ലിൻ എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്തെങ്കിലും ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം അത് പൂർത്തിയാക്കാനായില്ല. ചെറിയ പ്രായത്തിൽ തന്നെ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിലൂടെ കോടീശ്വര പദവിയിലേക്ക് എത്തുന്ന നെസ്ലിൻ സിനിമാ സെലക്ഷന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ്. തണ്ണീർമത്തൻ ദിനങ്ങൾ, കുരുതി, ഹോം, സൂപ്പർ ശരണ്യ, ജോ ആൻഡ് ജോ, നെയ്മർ, ജേണി ഓഫ് ലവ് എന്നിവയായിരുന്നു താരത്തിന്റെ ആദ്യ സിനിമകൾ. ഒടുവിൽ 2024 ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത റൊമാന്റിക് കോമഡി ചിത്രമായ പ്രേമലു നെസ്ലിന്റെ കരിയറിൽ ഏറ്റവും വലിയ വഴിത്തിരിവായി. നെസ്ലിനും മമിത ബൈജുവും അഭിനയിച്ച ഈ ചിത്രം യുവ പ്രേക്ഷകരെ ആകർഷിക്കുകയും ലോകമെമ്പാടും 136 കോടി രൂപ കളക്ഷൻ നേടുകയും ചെയ്തു. 2025 ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത നെസ്ലിൻ ചിത്രം ആലപ്പുഴ ജിങ്കാന ബോക്സ് ഓഫീസിൽ 65 കോടി രൂപ കളക്ഷൻ നേടി. 100 കോടി തികഞ്ഞില്ലെങ്കിലും ഈ ചിത്രം ഏറെ പ്രശംസ നേടിയെടുത്തു. ഒടുവിൽ 2025 ഓഗസ്റ്റ് 28 പുറത്തിറങ്ങിയ ലോക മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായി. ഒരാഴ്ച കൊണ്ട് 100 കോടി ക്ലബിലാണ് ചിത്രം ഇടം പിടിച്ചത്. ലോകയിലെ നെസ്ലിന്റെ വേഷവും ശ്രദ്ധേയമാണ്. സ്ത്രീ കേന്ദ്രീകൃത സിനിമയിൽ വേഷം സ്വീകരിക്കാൻ തയ്യാറായതും നെസ്ലിന്റെ പ്രേക്ഷക പ്രീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. ലോകയ്ക്ക് ശേഷം ഇതോടെ നെസ്ലിന്റെ താരമൂല്യം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ചിത്രം 6ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ 275 സ്ക്രീനിലായി കേരളത്തിൽ ഉടനീളം വിജയയാത്ര തുടരുകയാണ് ലോക. മാത്രമല്ല, മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും വമ്പൻ തരംഗമായി മാറി പാൻ ഇന്ത്യൻ ഹിറ്റ് കൂടിയാണ് ചിത്രം. കഴിഞ്ഞ ദിവസം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 5 മില്യൺ ടിക്കറ്റുകൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോ വഴി വിറ്റ ചിത്രം എന്ന റെക്കോർഡും ലോക സ്വന്തമാക്കിയിരുന്നു. എന്തായാലും ചിത്രം സൂപ്പർ ഹിറ്റായതോടെ നെസ്ലിൻ എന്ന പേരും ഉയർന്നു വരികയാണ്. ഒരു സാധാരണ പയ്യൻ സൂപ്പർ സ്റ്റാർ ആയതിൽ കണ്ണുകടിയും അസൂയയും ചുറ്റും പ്രചരിക്കുന്നുമുണ്ട്. എന്നാൽ സാറേ, ഇത് നെസ്ലിനാണ്, കളിയാക്കലുകൾ ഏൽക്കില്ല. മറുപടി അടുത്ത സിനിമ കൊണ്ട് തരുമെന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് കുതിക്കുകയാണ്.